പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിന് ക്രൂരമർദ്ദനം. മോഷണക്കുറ്റം ആരോപിച്ച് മണികണ്ഠൻ എന്ന വനവാസി യുവാവിനെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനമാണ് ഈ വനവാസി യുവാവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ അട്ടപ്പാടിയിലാണ് മുൻപ് മധു എന്ന ഒരു വനവാസി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അത് വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതേ സ്ഥലത്ത് ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു വനവാസി യുവാവിന് അതിക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു. അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ കുടുംബത്തിന്റെ പ്രതികരണം നോക്കാം. അതിനുശേഷം അരുൺ ആലത്തൂരിലേക്ക്. ചേട്ടൻ തല്ലിയാണ്. എന്താ ചേട്ടൻ്റെ പേരറിയോ? രാംരാജ്. എന്തിനാ തല്ലിയത്? രാംരാജിൻ്റെ വേര് എടുത്തെന്ന് പറഞ്ഞിട്ട് വേര് തമ്പിട്ടൻ്റെ അവിടെ പോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെ വന്നിട്ട് അവിടെ നിന്ന് വേര് കേസ് കൊടുത്തിട്ടുണ്ട് രാമരാജ്. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ പോലീസുകാരെ വന്നിട്ട് അവിടെ തമ്പിട്ടൻ്റെ അവിടെ നിന്ന് വേര് മേടിച്ച് രാമരാജിൻ്റെ അടുത്ത് പോയി കൊടുത്തു. അപ്പോൾ കൊടുത്തിട്ട് പോലീസുകാരെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോയപ്പോൾ 3 മണി ശേഷം ഇവർ അങ്ങനെ വഴിക്കൂടി പോയിരിക്കുന്നു. അപ്പോൾ വഴിക്കൂടി പോയപ്പോൾ രാമരാജ് ഇവർ വലിച്ചു പിടിച്ച് വടിയിൽ നിന്നും തലയൊക്കെ അടിച്ച് അറിയില്ലാന്ന് ഇപ്പോൾ പറയുന്നുണ്ടാണ്. പോലീസുകാരാണ് ഇവിടെ വന്ന് പറയുന്നത്. സാക്ഷി കാണുന്നില്ലല്ലോ. അപ്പോൾ സാക്ഷി കാണില്ല, അത് ഞങ്ങളിങ്ങനെ പരാതി എടുക്കാം. അപ്പം നീ കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നീ കണ്ടോ? നീ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ എന്തെങ്കിലും വെറുതെ പരാതി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അരുൺ, ഈ അട്ടപ്പാടിയിലാണ് മുൻപ് മധു എന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം അതിദാരുണമായി തല്ലിക്കൊന്നത്. അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം അത് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. അതേ സ്ഥലത്ത് ഇപ്പോൾ മറ്റൊരു വനവാസി യുവാവിന് അതിക്രൂരമായ മർദ്ദനം, അതും മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് തലയ്ക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ജില്ലയിൽ തന്നെ വാളയാറിൽ ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് എന്താണ്? ഗൗതം, പാലക്കാട് അട്ടപ്പാടി പാലൂർ സ്വദേശിയായ മണികണ്ഠൻ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. തലയോട്ടിക്കുൾപ്പെടെ മർദ്ദനമേൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ വേര് മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഈ അവിടുത്തെ തന്നെയുള്ള ഈ ഒരു വനവാസി ജനങ്ങളിൽ നിന്ന് വേരും മറ്റുമൊക്കെ വാങ്ങി വിൽപ്പന നടത്തുന്ന ഒരു രാംരാജ് എന്ന വ്യക്തിയാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബം പരാതിയായിട്ട് പറയുന്നത്. ഈ മണികണ്ഠനാണെങ്കിൽ ഈ വനവാസി വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 8-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വനവാസി വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നതിന് വേണ്ടി മണികണ്ഠൻ കോഴിക്കോട്ടേക്ക് പോയി. ആ കോഴിക്കോട്ടേക്ക് പോയ സമയത്ത് ഇയാൾ തളർന്ന് വീഴുകയായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ വിധേയനാക്കി. കോഴിക്കോട് ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് കോഴിക്കോട് പോലീസ് അട്ടപ്പാടി പുതൂർ പോലീസിനെ വിവരം അറിയിക്കുകയും പുതൂർ പോലീസ് വന്ന് ഈ മണികണ്ഠൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് തുടർ നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പരാതിയായിട്ട് പറയുന്നത്. ഏതായാലും വേരുകൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വനവാസി യുവാവായ മണികണ്ഠന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. തലയ്ക്കാണ് മർദ്ദനമേറ്റത്. തലയോട്ടിക്കുൾപ്പെടെ അതിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ കോഴിക്കോട്ടേക്ക് ജോലി ആവശ്യമായി പോയ സമയത്ത് അവിടുന്ന് തളർന്നു വീണപ്പോൾ മാത്രമാണ് ഈ യുവാവിന് തലയ്ക്ക് ഈ നേരത്തെ ഉണ്ടായ മർദ്ദനത്തിൽ വലിയ പരിക്കുണ്ട്, അത് ഉള്ളിൽ തലയോട്ടിയെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയുന്നത്. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ വിധേയനായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അട്ടപ്പാടിയിലെ പുതൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ മർദ്ദിച്ച വ്യക്തി എന്നത് ഈ വനവാസികളിൽ നിന്ന് വേരും മറ്റുമൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജ് എന്ന വ്യക്തിയാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. അരുൺ, അതായത് ഈ വനവാസി സമൂഹത്തിന് നേരെയുള്ള അതിക്രമം കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. അട്ടപ്പാടിയിലെ മധുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകം നമുക്ക് മുന്നിലുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ മണികണ്ഠനെ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മോഷണക്കുറ്റം ആരോപിച്ച് ആക്രമിക്കുന്നത്. അതായത് ഇത്തരം വിഷയങ്ങളിൽ കാര്യമായ നടപടികളില്ല. പലപ്പോഴും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം വനവാസികൾക്കൊപ്പം എന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുകയാണ്. അതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതല്ലേ?
തീർച്ചയായിട്ടും ഗൗതം, പോലീസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വീഴ്ച ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വനവാസി ജനങ്ങൾക്ക് നേരെയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലൊക്കെ പോലീസ് വലിയ നിസ്സംഗത പുലർത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മധുവിന്റെ കേസിൽ തന്നെ അറിയാം, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആ കേസിനെ പിന്നീട് പ്രതികൾക്ക് വലിയ ഗുണകരമായി മാറിയത്. തുടക്കത്തിലെ പോലീസിന്റെ അന്വേഷണത്തിലെ പല വീഴ്ചകളുമാണ് എന്നുള്ളത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഈ മണികണ്ഠന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പാലക്കാടാണെങ്കിൽ വാളയാറിൽ അടുത്തിടെ രാംനാരായൺ ഭയ്യ എന്ന ഛത്തീസ്ഗഡ് സ്വദേശിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം, അയാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഷയത്തിൽ ഉൾപ്പെടെ അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കേരള സമൂഹത്തിൽ ഇത്തരത്തിൽ ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയൊക്കെ വേണ്ട ആഭ്യന്തര വകുപ്പോ സംസ്ഥാന സർക്കാരോ അതിൽ വലിയ വീഴ്ച ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും കാണാനാവുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലും കൊണ്ടുപിടിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. ആ വിഷയത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പരിഹരിക്കുന്നതിനോ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി ആഭ്യന്തര വകുപ്പോ മന്ത്രിമാർ പോലും, മന്ത്രി എം പി രാജേഷ് പോലും നേരത്തെ ഈ CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ പ്രതിയായിട്ടുള്ള വാളയാറിലെ ആൾക്കൂട്ട ആക്രമണത്തെ RSS-കാരാണ് അതിന്റെ പിന്നിൽ എന്നൊക്കെ രീതിയിൽ അതിനെ വക്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. ഏതായാലും അത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ ഈ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണികണ്ഠൻ ഇപ്പോൾ അട്ടപ്പാടിയിൽ പാലൂർ സ്വദേശിയായ മണികണ്ഠന് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്ന സംഭവം വ്യക്തമാക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് പാലക്കാട് അട്ടപ്പാടിയിൽ ഉണ്ടായിരിക്കുന്നത്. മണികണ്ഠൻ എന്ന ഒരു വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ചെറുപ്പക്കാരനെ മോഷണക്കുറ്റം ആരോപിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. വേരുകൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ തലയിൽ കല്ലും മറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മണികണ്ഠൻ. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് വനവാസി വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുകയാണ്. സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഭാഗത്ത് നിന്ന് നടപടിയില്ല. അരുണാലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.